Hi guys, 27th ജനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി ദിസ് ഈസ് എ കൊളോക്കിയൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പല രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ലിസൺ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഏത് ചാപ്റ്റർ എന്ന സിമ്പിളി ലിമിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ഓക്കെ, 3 പ്ലസ് ആൽഫ സൈൻ എക്സ്. ഓക്കെ, പ്ലസ് ബീറ്റ കോസ് എക്സ്. ഓക്കെ, പ്ലസ് ലോഗ് 1 മൈനസ് എക്സ്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 3 ടാൻ സ്ക്വയർ എക്സ് എന്നുള്ളത്. ഞാൻ ഈ ഡിനോമിനേറ്ററിൽ നിന്ന് ഈ പറഞ്ഞ ടാനിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നു, ഇവിടെ എക്സ് സ്ക്വയർ കൊടുത്തു, ഇവിടെ എക്സ് സ്ക്വയറിന് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ വാട്ട് ഈസ് ടാൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ആ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഡിനോമിനേറ്ററിൽ നിന്ന് ഈ പറഞ്ഞ ടാനിൻ്റെ എന്ത് പോകും, ശല്യം പോകും. ഓക്കെ അല്ലേ? ഓക്കെ, ടാനിൻ്റെ ശല്യം അവിടുന്ന് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ടാനിൻ്റെ ശല്യം പോയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടി എന്തായി സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ സ്ഥിരമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമ്മൾ. ഓക്കെ, ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് സീരീസ് എക്സ്പാൻഷൻ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, സൈൻ എക്സിൻ്റെ സീരീസ് എഴുതുക, കോസ് എക്സിൻ്റെ സീരീസ് എഴുതുക. ഓക്കെ, അപ്പോൾ അതൊരു ക്ലീഷേ മെത്തേഡാണ്. അതല്ലാതെ ഞാൻ എന്താക്കാം, മറ്റൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, എന്താണ്, ലിസൺ, ശ്രദ്ധിക്കാം. ഞാൻ എന്താ ചെയ്യുന്ന അറിയാം, ഞാൻ ആദ്യം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ we know the limit is defined and the value is 1/3. that means limit exist ആണ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ കിട്ടുക, 3 പ്ലസ് ഓക്കെ ആൽഫ ഇൻറ്റു സൈൻ 0 എന്ന് വരും. ദാറ്റ് ഇസ് 0 അല്ലേ, പ്ലസ് ബീറ്റ ഇൻറ്റു കോസ് 0 എന്ന് പറയുമ്പോൾ ബീറ്റ അല്ലേ, പ്ലസ് ലോഗ് 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ എന്താണ്, ലോഗ് 1 എന്ന് പറയുമ്പോൾ 0 അല്ലേ, ഡിവൈഡ് ബൈ 3 ഇൻറ്റു 0 അല്ലേ. അപ്പോൾ അഥവാ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന നമുക്ക് 3 പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ 0 എന്നാണ്. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞു. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ന്യൂമറേറ്ററും 0 വരണം, അഥവാ അത് 0/0 ഫോം ആവണം എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ഇക്വേറ്റ് ചെയ്യാം, അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ വാട്ട് ഇസ് ദാറ്റ്, 3 പ്ലസ് ബീറ്റ തന്നെയല്ലേ? യെസ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം മക്കളെ, ബീറ്റ ഈസ് ഈക്വൽ ടു -3 എന്ന് പറയാം. ബീറ്റിന്റെ വാല്യൂ പെട്ടെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇനി അടുത്തത് ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബീറ്റിന്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞാനിവിടെ എന്താണ് ലോപിത്താൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഈ ക്വസ്റ്റിനെ ഞാൻ ഇപ്പുറത്തേക്ക് ഒന്ന് കോപ്പി ചെയ്യണം, വേണ്ട. ഓക്കെ, ലിസൺ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലോപിത്താൾ അപ്ലൈ സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യണം നമുക്കറിയാം. ഓക്കെ, ഇവിടെ 3നെ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ആൽഫ സൈൻ എക്സ് ഡിഫറൻഷിയേറ്റ് കഴിഞ്ഞാൽ പ്ലസ് ആൽഫ കോസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ബീറ്റ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ് മൈനസ് ബീറ്റ സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ലോഗ് 1 മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു -1 എന്ന് കിട്ടും അല്ലേ, ഡിവൈഡ് ബൈ അഗെയിൻ താഴെ 3x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6x എന്ന് കിട്ടും അല്ലേ. നമുക്കറിയാം ലോപിത്താൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് വൺസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can use what direct substitution അല്ലേ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 0 പ്ലസ് വാട്ട് ആൽഫ കോസ് 0 അല്ലേ, വാട്ട് ഇസ് ആൽഫ മൈനസ് ബീറ്റ സൈൻ 0 എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് സിംപ്ലി 0 ആണ്. പിന്നെ എന്താ 1 ഡിവൈഡ് ബൈ 1 മൈനസ് 0 ഇൻറ്റു -1 അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് -1 അല്ലേ, ഡിവൈഡ് ബൈ 6 ഇൻറ്റു 0 അല്ലേ, ദാറ്റ് മീൻസ് ആൽഫ -1 ഡിവൈഡ് ബൈ 0. ഓക്കെ അല്ലേ? അപ്പോൾ എഗെയിൻ നമുക്കറിയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ 0 വന്ന് സ്ഥിതിക്കുക ന്യൂമറേറ്ററിലും നിർബന്ധമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, 0 വരണം. ദാറ്റ് മീൻസ് നമുക്ക് ആൽഫ -1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും എന്താവണം മക്കളെ, ആൽഫ -1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും എന്താവണം, 0 ആവണം. ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു എന്താവണം, 1 ആവണം. ഓക്കെ അല്ലേ? സോ ആൽഫ ഈസ് ഈക്വൽ ടു 1, ബീറ്റ ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ് -3 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 ആൽഫ മൈനസ് ബീറ്റ അല്ലേ. 2 ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 അല്ലേ, മൈനസ് of -3. that means answer is 5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ 5 ഈസ് ദ റൈറ്റ് ആൻസർ. ഓർ എൽസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.